ഹലോ ഗായ്സ്, അപ്പോൾ വിഷു ആയിട്ട് കസിൻസ് എല്ലാവരും നമ്മുടെ വീട്ടിൽ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മലമ്പുഴയുടെ അടുത്തായതുകൊണ്ട് തന്നെ മലമ്പുഴയ്ക്ക് പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ ബൈക്കിലും ബാക്കിയുള്ള ഒരു കാറിലായിരുന്നു കേട്ടോ. ഫ്രണ്ട് പോണ നമ്മുടെ കാറാണ്. അപ്പോൾ പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതായത് ഒരു വൈകുന്നേരം ഒരു 4:30 ആകുമ്പോഴാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഓരോന്ന് സംസാരിച്ചിട്ട് അങ്ങനെ പോയി. പിന്നെ അവിടെ എത്താനായപ്പോഴേക്ക് വണ്ടികളുടെ തിരക്ക് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. ടൂറിസ്റ്റുകളും എല്ലാവരും ഉണ്ടായിരുന്നു. ഒന്നാമത് വിഷുവായിട്ട് എല്ലാവർക്കും ഒഴിവാണല്ലോ. അപ്പോൾ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളും ഫാമിലിയായിട്ട് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെന്താ, പിന്നിൽ ഈ വരുന്ന സ്പ്ലെൻഡറിൽ മാസ് കാണിച്ച് വരുന്നത് ഏട്ടനാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം ഉള്ളിലേക്ക് പോയിട്ട്. പുറത്തത്തെ തിരക്കേണ്ടപ്പോൾ വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അകത്തുണ്ടാവില്ല, ഇവരൊക്കെ പോകാനുള്ളവരായിരിക്കും എന്ന്. ഈ കണ്ട ജനങ്ങളൊക്കെ എന്തായാലും ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. എനിവേ നമ്മൾ വന്ന സ്ഥിതിക്ക് എന്തായാലും ആഘോഷിക്കാമെന്ന് കരുതി നമ്മളും ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ എന്തായാലും എല്ലാവരും അങ്ങനെയാണല്ലോ വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി. ഒരു 10-15 ആൾക്കാർ എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചാരു ഉണ്ടോ, ചാരുവിനെയും കൊണ്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇത് പുഞ്ചപ്പാടാണ്, പിന്നെന്താ എന്തൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങൾ തന്നെ കേട്ടോ നോക്കി. അത് കുട്ടനാട് മാത്രം കേട്ടൊരു സാധനമാണ്. പക്ഷെ ഇത് വേസ്റ്റ് ബാസ്കറ്റ് ആണ്. കേട്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കസിൻസിൻ്റെ വർത്താനം കേട്ടോ. അപ്പോൾ ഇവരുടെ ഒപ്പം നടക്കുമ്പോൾ ടൈം പോണതേ അറിയില്ല. എന്നെ ആക്കിയിട്ടും അവിടെ പോണവരെ കളിയാക്കിയിട്ടും അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഒരു സാധനം വിടാണ്ട് കാണാൻ നടന്നു കേട്ടോ. കാരണം നമുക്ക് ഫുൾ എൻജോയ്മെൻറ്റ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടാണ് പോയത്. എന്തായാലും ഫാമിലി മൊത്തം ഉണ്ട്, അപ്പോൾ തന്നെ ഫുൾ എൻജോയ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ നടന്ന് പോവാണ് ഉള്ളിലേക്ക്. നിങ്ങളുടെ കസിൻസ് ഫാമിലി ഇങ്ങനെ തന്നെയാണോ? എപ്പോഴും എൻജോയ്മെൻറ്റും അതുപോലെ തന്നെ ഇങ്ങനെ കറക്കാൻ പോക്കൊക്കെ ഉണ്ടോ എന്ന് പറയണേ. അപ്പോൾ നമ്മളും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ വർഷവും ഇങ്ങനെ ഒന്ന് കൂടലുണ്ട്, ഇങ്ങനെ പോക്കുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഫാൻറ്റസി പാർക്കിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ കാഞ്ഞിരപ്പുഴ, അങ്ങനെ പല പല സ്ഥലത്തേക്ക് ഞങ്ങൾ പോക്കുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും മലമ്പുഴയ്ക്ക് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയ ടൈം നല്ല രസമായിരുന്നു. കാറ്റും അതുപോലെ തന്നെ വിഷുവിൻ്റെ ആ ഒരു വൈബും കൂടെ ആണല്ലോ. അപ്പോൾ എന്തായാലും സെറ്റായിരുന്നു. കസിൻസൊക്കെ വിളിച്ചപ്പോഴേക്ക് വരാൻ, അവരുടെ വൈബ് വേറെയാണ്, നമ്മളെല്ലാവരും ഒരേ വൈബുകാരാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും എല്ലാ രീതിയിലും. പിന്നെ അവിടേക്കൊക്കെ നടന്ന് കാണായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം പോയപ്പോൾ ഫുള്ള് പൂക്കളും കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫ്രെയിമുകളായിരുന്നു. സൺലൈറ്റും ഒക്കെ കറക്റ്റായിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവിടെ വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ നടക്കാൻ അങ്ങനെ നടന്നു. റോപ്പിയിൽ ഇപ്രാവശ്യം കയറിയില്ല, എപ്പോഴും കയറലുണ്ട്, ഇപ്രാവശ്യം കയറിയില്ല. എപ്പോഴും അങ്ങനെ ആ വഴി കൂടെ അങ്ങനെ പോവുക ചെയ്യില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് നടന്നിട്ട് എല്ലാം കാണാമെന്ന് വിചാരിച്ചു. പിന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു, കാറ്റും എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളങ്ങനെ നടന്നു. പിന്നെ എവിടെ പോയാലും മെയിൻ തീറ്റയും കൊണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ട് തന്നെ കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. തലകും വിലകും തിന്നാനുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു എല്ലാവരുടെ കൈക്കൂടെയും. അപ്പോൾ ഈ ഒരു വ്യൂ നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കാറ്റടിക്കുന്നതും അതുപോലെ തന്നെ അവിടെ സൈഡിൽ ബോട്ട് റേസിങ്ങും ആ ഒരു എന്തതിന് പറയുക, ഡാമല്ലേ, അപ്പോൾ അതിലത്തെ വെള്ളം ഇങ്ങനെ ഇതാവുന്നതും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. കണ്ടില്ലേ, ഫുഡ് തന്നെയാണ് മെയിൻ. എല്ലാവരുടെ കയ്യിലുണ്ട് ഓരോന്ന് കുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾക്ക് ടൈമില്ല, അത് വർത്തമാനം പറഞ്ഞാൽ അവിടെ ഇരിക്കണമെന്നുണ്ട്, പക്ഷേ നമുക്ക് കവർ ചെയ്യേണ്ടതുകൊണ്ട് ടൈം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടക്കുക ചെയ്തത് കേട്ടോ. മലമ്പുഴ പോയിട്ട് മലമ്പുഴ യക്ഷീനെ കാണാൻ പോയില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ നമ്മളിനി യക്ഷീനെ കാണാൻ വേണ്ടി പോകാം കേട്ടോ. യക്ഷീനെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളി. യക്ഷീന്നൊക്കെ പറഞ്ഞതാണ് യക്ഷി മക്കളെ. അപ്പോൾ യക്ഷീനെ കാണാൻ പോകണമെങ്കിൽ വലിയൊരു പാലം കടന്നിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ തിരക്കൊഴിയാൻ വേണ്ടിയിട്ട് ക്യൂ നിന്ന സമയം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകുമായിരുന്നു. അപ്പോൾ ഈ ഡോറ പറയണ മാതിരി തടാകം, പാലം, യക്ഷിയുടെ തല, അങ്ങനെ നമ്മൾ യക്ഷീനെ കാണാൻ പോയിട്ടോ. ഇതുകൊണ്ട് ഒരാൾ പോണ് ആ യക്ഷീനെ അടുത്തുനിന്ന് കാണാൻ പറഞ്ഞിട്ട് അടുത്തേക്ക് പോകുമായിരുന്നു കേട്ടോ. കണ്ണടയൊക്കെ അപ്പോഴേക്ക് അവന് ഊരി മാറ്റി, പറയുന്നില്ല ഞാൻ കൂടുതലൊന്നും. പിന്നെ നമ്മൾ സൈഡിൽ കൂടെ മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ, ഈ ഡാമിൻ്റെ മുകളിലത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് നടക്കുകയാണ്. പോണ വഴിക്കൊക്കെ റോപ്പിയോ കാണുന്നുണ്ട്, നല്ല രസമായിരുന്നു കേട്ടോ പോണത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. റോപ്പിയോയിൽ പോയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മുകളിൽ കൂടെ നമുക്കിങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മുകളിലത്തെ വ്യൂ കാണാൻ വേണ്ടി കയറുമ്പോൾ നല്ല രസമായിരുന്നു, കാറ്റടിച്ചിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ കാത്തു നിന്നിട്ടാണ് മുകളിലേക്ക് കയറിയത്. കാരണം അവിടുന്ന് ഒറ്റ വഴിയുള്ളൂ, അപ്പോൾ ഇറങ്ങാനുള്ള ആൾക്കാർ കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ
അങ്ങനെ നടന്നു കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ എൻട്രൻസിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആദ്യക്കുട്ടന് പ്ലേ ഗ്രൗണ്ടിൽ പോകണം പറഞ്ഞിട്ട് ആകെ വാശി പിടിക്കുമായിരുന്നു. പിന്നെ അവനെയും കൊണ്ട് ഞാൻ ഓടി പ്ലേ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കുറച്ച് നേരം കളിപ്പിച്ചു. അപ്പോഴേക്ക് പിന്നെ എന്തുണ്ടായി നിങ്ങൾ തന്നെ കണ്ടോടി. ഇതുവരെ കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റായിരുന്നു. പെട്ടെന്നായിരുന്നു മഴ പെയ്തത്. അത് പ്രതീക്ഷിക്കാത്തൊരു ചതിയായിപ്പോയി. കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കവർ ചെയ്തിരുന്നു, ഇറങ്ങാൻ വേണ്ടി നിൽക്കുക തന്നെയായിരുന്നു. അപ്പോഴാണ് മഴ പെയ്തത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ മൊത്തം അവിടേക്ക് വന്നു. അങ്ങനെ പിന്നെ അധികം വൈകാണ്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ.